ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവരുടെയും കമൻസുകളും എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. അവരുടെ പേരുകളും വത്സല, രാധ, രുക്മിണി, മോഹൻ, സ്മിത, നിർമ്മല, പവിത്രൻ, ലത, രാജു, ബിജു, ശ്രീല, ഗീതാ നായർ, താര, മനോജ്. സുഖാണ് മക്കളെ. ജയ, ബാലു, ശുഭകുമാരി, ജയ, അനിൽ. എല്ലാവരുടെയും കമൻസുകളും അതുപോലെ തന്നെ ഭഗവാനിൽ ഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പൈങ്കിളി അമ്മ, സുന്ദരി അമ്മ, ഭഗവാനിൽ ലയിക്കുമ്പോൾ സന്തോഷവും സങ്കടവും ആനന്ദവും ഒക്കെ ഉണ്ട് അനുഭവിക്കുന്ന മക്കൾ. എല്ലാവർക്കും അങ്ങനെ ആകണം. അതുപോലെ തന്നെ നമുക്ക് സത്യമുണ്ട് നമ്മുടെ ഉള്ളിലെങ്കിൽ നമുക്ക് ഭഗവാനുടെയൊക്കെ നന്നായി സന്തോഷമായിട്ട് നിൽക്കാം മക്കളെ. നമുക്ക് വയ്യാത്ത സമയത്ത് നമുക്ക് എല്ലാവരും നമ്മളെ അത്രമാത്രം വിഷമിപ്പിക്കുകയൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ കുറ്റം ഉണ്ടാകരുത്. നമുക്ക് അങ്ങനെ ഒരു ഭഗവാനോടൊക്കെ നിൽക്കുന്നതിന് ഭഗവാൻ കംസനെയും ഈ പൂതനെയും അസുരന്മാരെയൊക്കെ എന്താ വധിക്കാൻ കാരണം? അവരുടെ അതിലെ കൊള്ളരായ്മ കൊണ്ടല്ലേ. അപ്പോൾ നമുക്കും അതിനെ എതിർക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് ശരി വേണം. അപ്പോൾ പിന്നെ ഭഗവാനുടെയൊക്കെ അതിന് ഒരു വിഷമവും വേണ്ട. ഭഗവാൻ സന്തോഷമേ കാണും. നമുക്ക് ഭഗവാനെ ആരാധിക്കാനാണ്, നമുക്ക് ഭഗവാനെ അറിയാനാണ്. നമ്മൾ ആരാന്നറിയാൻ നമുക്ക് ഭാഗവതമൊക്കെ നന്നായി പഠിക്കാനും കേൾക്കാനും സന്തോഷിക്കാനും ആനന്ദം അനുഭവിക്കാനും ഭഗവാന് എത്രയോ സന്തോഷമാണ്. ഒരു ഭക്തനായി തീരണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം. ഈ ലോകത്തുള്ള എല്ലാം നിന്നും വിരമിക്കണം. അവിടെ എല്ലാത്തിനും സംഘമില്ലാതെ എല്ലാത്തിനും ഒഴിക്കണം. പിന്നെ അതായത് എല്ലാത്തിൽ നിന്നെല്ലാം നമ്മൾ നിവർത്തി നേടണം. അതിലെല്ലാം ഈ ലോക കാര്യത്തിലല്ല ഇഷ്ടം, ഭഗവാനിൽ ചേരുക എന്നുള്ളതാണ് ഭഗവാന്റെ ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മളോട് ഭഗവാന് ഒരിക്കലും ഇഷ്ടക്കേട് വരത്തില്ല. ഒരു ഭക്തനോട് ഒരിക്കലും, കാരണം നമ്മളെ കയ്യിൽ സത്യം ഉണ്ടാകണം. നമ്മൾ തെറ്റുകാരാവരുത്. തെറ്റ് കേട്ട് നമ്മൾ ആരെയും പിന്നെ ദേഷിക്കാൻ പാടില്ല. നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ ഒന്നും ചെയ്തുകൂടാ. നമ്മുടെ കയ്യിൽ ശരിയായിരിക്കണം. അപ്പോൾ അവിടെ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിനകത്ത് അശുദ്ധി മാലിന്യം ഉണ്ടാകത്തില്ല. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. അത്രയേ ഉള്ളൂ. ഭഗവാൻ എപ്പോഴും ശുദ്ധമുണ്ടോയെന്നാണ് നോക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കപടങ്ങൾ പാടില്ല. എല്ലാം നേരായ മാർഗം നമുക്ക് വേണം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭാഗവത കീർത്തനം കുറച്ച് 2-3 ഖണ്ഡികകളുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ മറന്നുപോകും. എൻ്റെ നമ്പർ ഏതോ ഒരു മകൾ ചോദിച്ചായിരുന്നു. 8129099843. 11 മണി കഴിഞ്ഞിട്ടും 5 മണിക്കിടയ്ക്കും നമുക്ക് വിളിക്കാവുന്നവർക്ക് വിളിക്കാം മക്കളെ. അല്ലാത്ത സമയത്ത് യൂട്യൂബിലൊക്കെ 10 മണിക്ക് 9 മണിക്ക് ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ താമസിച്ചൊക്കെയാണ് ഇടുന്നത്, നെറ്റുള്ള സമയത്തൊക്കെ. അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ ഒരു മകൾ ഏതോ ഒരു മകളുടെ പേരങ്ങ് മറന്നുപോയി, ആരാന്ന്. നമുക്ക് ഭാഗവതകീർത്തനം കൂടെ വായിക്കാം. ഓതിടാം 4 വേദങ്ങളും ധന്യ, യാഗം ദാനവും സന്യാസയോഗവും, ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടടാ കൃഷ്ണ ഹരേ ജയ. മനസ്സിൻ്റെ അഴുക്ക് മാലിന്യം പോകാൻ ഭക്തിയോളം വേറൊന്നും പറ്റത്തില്ല. യാഗമോ ദാനധർമ്മങ്ങളോ സന്യാസമോ അതിലെല്ലാം മെച്ചം ഭക്തി തന്നെയാണ്. മനസ്സിനകത്തുനിന്ന് ഇപ്പോൾ ഒരു മകൾ പറഞ്ഞില്ലേ, അമ്മേ പാദം തൊട്ട് ഭഗവാനെ ഓരോ അംഗങ്ങളും ഓർത്തോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആനന്ദവും സങ്കടവും ലീനമാകുമ്പോഴാണ് സങ്കടം ലീനമായി. കാരണം അതിലേക്ക് ലയിക്കുമ്പോൾ, ഭഗവാൻ ലയിക്കുമ്പോഴാണ് ലീനനാകുമ്പോൾ നമ്മളെ കണ്ണുനീരിങ്ങനെ വരും. അപ്പോൾ സർവ്വ മാലിന്യങ്ങളും പോകും. അങ്ങനെയേ പറ്റൂ. അല്ലാതെ ഇത്രയും സ്നേഹവും ഭക്തിയും വേറൊന്നിലും വരത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ അഴുക്കൾ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയുള്ള കണ്ണുനീരോടുകൂടിയ നമ്മൾ അറിയാതെ കണ്ണുനീര് വരുന്നത് അങ്ങനെ. അപ്പോൾ അത്രമാത്രം ആനന്ദം നമ്മൾ അനുഭവിക്കുക. അതെന്താ? ഉള്ളിൽ അഴുക്ക ഇല്ലാത്തത് കൊണ്ടാണ്.
അപ്പോൾ അതുപോലെയാണ് നമ്മളിവിടെ ഓതിടാം 4 വേദങ്ങളായാലും ദാനധർമ്മങ്ങളോ സന്യാസമോ എന്തും ഉണ്ടായാലും ഇത്രത്തോളം ഭക്തിയോടൊപ്പം ഒന്നും വരത്തില്ല മാലിന്യം പോകാൻ. ഔദാര്യം ചേരും ദേഹഗേഹാദിയാൽ മോഹം കൈവിട്ടു സജ്ജന സംഗത്താൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്നാ കൃഷ്ണ ഹരി ജയ. ദേഹങ്ങൾ നമ്മുടെ ശരീരത്തിനും നമുക്കുള്ള വീടിനും ഇങ്ങനെയൊക്കെയുള്ള ഗേഹം, അത് വീട്, ദേഹവും വീടും ഇതൊക്കെ ഉണ്ടാക്കാനാണ് ഈ ലോകത്ത് നമ്മൾ പല പല കർമ്മങ്ങളും ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. അത് കൈവിട്ട് സജ്ജന സംഘത്താൽ നമ്മളെ സജ്ജനങ്ങളുമായിട്ട് സംഗമം വരുമ്പോൾ ഭഗവാന്റെ കഥകളൊക്കെ കേട്ടും പറഞ്ഞും പാടിയും ഭഗവാനെ പുകഴ്ത്തിയൊക്കെ വരുമ്പോൾ അതിൽ സ്വാദ് തോന്നുമ്പോൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ നിന്നെല്ലാം മുക്തനാവാൻ പറ്റും. നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാം അങ്ങ് അതിനേക്കാൾ ഉപരി ഭഗവാന്റെ കഥകൾക്കാണ്. ഭഗവാന്റെ ഈ ഭാഗവത പാരായണം പോലുള്ള കഥകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക, ഇതിനൊക്കെയാണ് രുചി, സ്വാദ് തോന്നും. അങ്ങനെ വരുമ്പോൾ മറ്റൊന്നെല്ലാം നമുക്ക് അത് ചപ്പും ചവറുമാണ്, ഇതൊന്നും കൊള്ളത്തില്ല. കാരണം സത്യത്തിൽ അത് കൊള്ളത്തില്ല. ഈ ലോക ചിന്തയായിട്ട് യാതൊരു ഇതും നമുക്കില്ല. എത്രയോ ആനന്ദമാണ് ഭഗവാനിൽ ലയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വരുമ്പോഴാണ് ഭേദവും തോന്നാം. കാണായതെല്ലാം പരമാത്മാവാണെന്ന് തോന്നും. ഒരു ഭേദവും അല്ലാതെ ഞാൻ വേറെ നീ വേറെ അങ്ങനെ ഇങ്ങനെ വരത്തില്ല. ഞാനും നീയും എന്നെല്ലാം പരമാത്മാവാണ്, നാം തന്നെയാണ് സർവ്വത്തിലെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കും. അതാ ഭേദവും തോന്നാം. എന്താ ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം മുക്തനായി ഭഗവാനിൽ തന്നെ ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് ഭഗവാനിൽ സ്വാദ് വർദ്ധിച്ച് വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നായി തോന്നും. ഈശ്വരൻ ഏകമായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നതും സർവ്വതും അതിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അക്കഥ കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടുപോക്കല്ല രക്ഷണം. അക്കർമ്മത്തോളം നന്നല്ലൊരു കർമ്മം ചെയ്തിപ്പാൻ കൃഷ്ണ ഹരേ ജയ. നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ കർമ്മത്തിൽ നിന്നെല്ലാം മുക്തി നേടണം. വീണ്ടും 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 ജനിക്കുന്ന എന്താ? നമ്മൾ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ വാസന വീണ്ടും വീണ്ടും കിടക്കുന്നതുകൊണ്ട്, ആഗ്രഹങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും മുക്തനാവാൻ പറ്റത്തില്ല. ഇന്ന് ചെയ്തതിൻ്റെ ബാക്കിക്ക് വേണ്ടി ഇങ്ങനെ മനസ്സറിയുമ്പോൾ നമ്മൾ മരണം വരെ നമ്മൾ കർമ്മം ചെയ്യും. എന്തിനാ? അത് വേണം ഇത് വേണം, ആഗ്രഹങ്ങൾ. കർമ്മം ചെയ്യാം, ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാം, നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ നമുക്ക് ഫലം ആഗ്രഹിക്കേ വേണ്ട. നമുക്ക് അന്നന്ന് എന്ത് വേണം കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് കഴിഞ്ഞുകൂടാ. ഇന്നത് ചെയ്ത് ഇന്നതെനിക്ക് നേടണം എന്നുള്ള ആഗ്രഹം വരുമ്പോഴാണ് വീണ്ടും വാസന കണ്ടിട്ട് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത്. മുക്തനാവാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അക്കഥ കേൾപ്പിക്കുക അല്ലാതെ ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് കേൾപ്പിക്കുക. ആർക്കും നമ്മൾ ഭഗവാന്റെ കഥകൾ, നാരദ മഹർഷി എങ്ങനെയാണ്, അതുപോലെ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ അറിയാത്തവർക്കോട് നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും കേൾപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ദുഷ്കഥ കൊണ്ട് പോകരുത് ഒരിക്കലും. ഈ ലോക ചിന്തയായിരിക്കുന്ന ദുഷ്കഥയാണ്. അതുകൊണ്ടല്ല ഭഗവാൻ മറ്റുള്ളടത്ത് പറയുന്നത്. നമ്മൾ ഭഗവത് കഥകൾ കേൾപ്പിക്കണം. ഭഗവാന്റെ ചരിത്രങ്ങൾ കേൾക്കുകയും ഭക്തി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ കർമ്മത്തോളം നന്നല്ല ഒരു കർമ്മം. അത്രയും നല്ല കർമ്മമാണ് ഭഗവാന്റെ കഥകൾ പറയുന്ന കർമ്മം. അപ്പോഴാണ് അവിടെ കർമ്മം ഛേദിപ്പാൻ, നമ്മുടെ ഈ ലോകത്തിലെ കർമ്മത്തിൻ്റെ എല്ലാം ഛേദിക്കും. ജ്ഞാനമാകുന്ന വാളുകൊണ്ടെല്ലാം ഛേദിച്ച് കളയും. അങ്ങനെ അറിവ് കിട്ടുമ്പോൾ, ഭഗവാൻ എന്നുള്ള ചിന്തയും അറിവും നമുക്ക് വരുമ്പോൾ മറ്റ് കാര്യങ്ങൾക്കെല്ലാം ഒന്നിനും കൊള്ളത്തില്ല. ഈ ലോക ചിന്തയായിട്ട് യാതൊരു കാര്യത്തിനും കൊള്ളിയല എന്ന്, അതിലെ ചപ്പും ചവറുമാണ് ഇതിലൊന്നും ഒരു ആഗ്രഹവും നമുക്ക് വരത്തില്ല. അങ്ങനെയാണ് നമ്മളെ കർമ്മം നശിപ്പിക്കുന്നത്. കർമ്മത്തിൽ മുക്തി നേടണമെങ്കിൽ അങ്ങനെയേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് നല്ല കർമ്മങ്ങളാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നല്ല സൽക്കർമ്മങ്ങളും സൽക്കഥകളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള സർവ്വ കർമ്മങ്ങളുടെയും ഛേദിക്കാൻ പറ്റും. ആഗ്രഹങ്ങളെല്ലാം നിലനിൽക്കും. അപ്പോൾ മുന്നോട്ട് പോകും. നിലനിന്നാൽ നാളെയും മറ്റന്നാളും ഇങ്ങനെ നമ്മൾ ജീവിക്കും. അപ്പോഴെല്ലാം കർമ്മങ്ങൾ ഓരോന്നും ചെയ്യണം, അത് ചെയ്യണം, ഇത് കിട്ടണം എന്നുള്ള ആഗ്രഹം വരാതെ നിഷ്കാമ കർമ്മം ചെയ്യുകയെങ്കിൽ ഇത് കർമ്മം ഛേദിക്കാൻ പറ്റാതെ ഭഗവത് ഭക്തി കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
നമുക്ക് നവമസ്കന്ധമാണ് വായിക്കാനുള്ളത്. ഇളാവൃത്തം. ഇള എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരാണ്. ഈ വംശപരമ്പരയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മത്സ്യാവതാരം ഭഗവാൻ നാരായണമൂർത്തി മത്സ്യമൂർത്തിയായി അവതരിച്ച് അവിടെ പേര് സത്യവ്രതൻ പരമ്പരയായിട്ട് വരുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. തത്തേ വരികരികത്തിരുന്ന് ഓമലേ ചിത്തം തെളിഞ്ഞിനിയും പറഞ്ഞിടടോ. ഓമലേ തത്തേ, എനിക്ക് എൻ്റെ ചിത്തം തെളിയാൻ, എൻ്റെ മനസ്സിന് പ്രകാശം തെളിയുക എന്ന് വെച്ചാൽ എന്താണ്? അത്രമാത്രം ആനന്ദ നിർവൃതിയാണ് നമുക്ക് നമ്മുടെ ചിത്തം മനസ്സെല്ലാം അങ്ങ് തെളിഞ്ഞ് പ്രകാശിക്കുന്നതിന് ഇനിയും എനിക്ക് പറഞ്ഞു തരുമോ തത്തേ. അതായത് സുഖമഹാമുനിയാണല്ലോ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. തത്തേ കൊണ്ട് പറയിക്കുന്നത് പോലെയാണ് ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇനിയും ഇതെല്ലാം കേൾക്കണം, അറിയണം, എൻ്റെ മനസ്സ് തെളിയണം, എനിക്ക് പ്രകാശമുള്ളൊരു നല്ലൊരു കറണ്ട് പോയി. അങ്ങനെ തത്തേ വരികരികത്തിരുന്ന് ഓമലേ ചിത്തം തെളിഞ്ഞു ഇനിയും പറഞ്ഞിടടോ. മുക്തിപ്രദം മുനിവൃന്ദ നിഷേവിതം ഭക്തിഗമ്യം പരമാനന്ദ സാധനം നിത്യം ആനന്ദസിദ്ധം പരമാമൃതം വക്തും വിഷയം അല്ലാതൊരവ്യക്തകം ചിൽസ്വരൂപ പ്രമാണം ഗുരു പ്രേരിതം തത്വം എൻ ചിത്തെ ദൃഢീകരിച്ചിന്നു ഞാൻ. ശുദ്ധാത്മനാമതി സ്വസ്ഥനായേനിനി മുക്തി ഒഴിഞ്ഞൊരു കാംക്ഷയും ഇല്ലടോ. എപ്പോഴും സ്വസ്ഥനാവണം, മറ്റൊന്നിനും എനിക്ക് ആഗ്രഹമില്ല. ശുദ്ധാത്മനാ, നല്ല മനസ്സോടുകൂടി ശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് അതിസ്വസ്ഥനായവനിനി ഞാൻ സ്വസ്ഥനായിട്ടിരിക്കണം. എനിക്ക് മുക്തി അല്ലാതെ ഒരു ആഗ്രഹവും മറ്റൊന്നിനും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നല്ലതെല്ലാവർക്കും വരുത്തുവാനുള്ളത് ചൊല്ലാം അതിനിടയുള്ള കാലാന്തരാൽ. എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ളതിന് ചൊല്ലാം അതിനിടയുള്ള കാലാന്തരം. നമുക്ക് എല്ലാവർക്കും നന്മയാകുന്നു വേണ്ടുന്നത്. അതിനെന്താണ് അത് വരുത്തണമെങ്കിൽ എന്ത് ചെല്ലണം അത് നമുക്ക് പറയാം, ചൊല്ലാം. നല്ലത് ഏതെന്നറിവാനും പണിതുലോം. അപ്പോൾ നല്ലത് എന്താണെന്ന് അറിയാൻ വലിയ പ്രയാസമാണ്. നല്ലത് അറിയുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ ഭാഗവതവും നന്മയുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞ് തരാതെ കണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പ്രയാസമല്ലേ നല്ലത് എന്താണെന്ന്. ഭാഗവതം ഉടനീളവും നന്മ മാത്രമേ ഉള്ളൂ. അത് അനുസരിച്ചാൽ നമുക്ക് നന്മ അറിയാൻ പറ്റും. അത് ഒന്നീ ഭാഗവതം വായിച്ചറിയണം, അതല്ലെങ്കിൽ ആരെങ്കിലും ഗുരുക്കന്മാർ പറഞ്ഞു തരണം. അതുകൊണ്ട് നല്ലത് ഏതെന്നറിവാനും പണിതുലോം. നല്ലവർ ചൊന്നത് നല്ലതെന്നാകയാൽ നല്ലവണ്ണം കേട്ടുകൊള്ളുവിനെല്ലാവരും. അതുകൊണ്ട് നല്ലവർ എന്ത് പറയും? നല്ലത് പറഞ്ഞു തരും. നല്ലവരെ നല്ലത് പറഞ്ഞു തരത്തുള്ളൂ. അല്ലാത്തവരിപ്പം ഈ തമോ ഗുണമുള്ളവരും സാത്വിക ഗുണമുള്ളവരൊക്കെ ഉണ്ടല്ലോ ലോകത്ത്. അതല്ലേ ഇപ്പം കംസനെ തന്നെ ഭഗവാൻ എന്തിനാ ഈ ദുഷ്ടനായ അസുരന്മാരെയൊക്കെ വധിക്കാനാണ് ഭഗവാൻ വന്നത്. അപ്പോൾ അവരുടെ നന്മ ഇല്ലാത്തതുകൊണ്ടല്ലേ ലോകത്തെല്ലാ ഭക്തന്മാരെല്ലാം ഉപദ്രവിക്കുന്ന, ലോകം മൊത്തം നശിപ്പിക്കുന്ന. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നന്മയില്ല. അപ്പോൾ നന്മ ഉള്ളവരിൽ നല്ലത് പറയാൻ കിട്ടും. നല്ലവർക്ക് മാത്രമേ നല്ലത് പറഞ്ഞു തരാൻ പറ്റൂ. നല്ലവർ ചൊന്നത് നല്ലതാണ്, നല്ലതെന്നാകയാൽ. അപ്പം നല്ലവർ എന്ത് നല്ല മുഖം കാണാനോ പിന്നെ വെളുപ്പോ കറുപ്പോ അങ്ങനല്ല. നല്ലവർ എന്ന് പറഞ്ഞാൽ ഉള്ളം ശുദ്ധമുള്ളവർ, അവർക്ക് നന്മ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അതാ നല്ലവർ. നല്ലവർ ചൊന്നത് നല്ലതെന്നാകയാൽ നല്ലവണ്ണം കേട്ടുകൊള്ളുവിൻ എല്ലാവരും. അങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹം, നന്മ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ നന്നായി കേൾക്കണം. നല്ലവർ പറയുന്ന കേൾക്കണം. ഭാഗവത പാരായണങ്ങൾ സജ്ജന സംഗമമൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ലത് പറഞ്ഞു തരും, അത് കേൾക്കണം. നമ്മൾ സപ്താഹമൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും പോയി ഇരിക്കുന്നത് എന്തിനാ? നല്ലവർ നല്ലത് പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാനാണ്, നന്നായി കേൾക്കാനാണ്. അതുപോലെ നല്ലവർ ചൊന്നത് നല്ലതെന്നാകയാൽ നല്ലവണ്ണം കേട്ടുകൊള്ളുവിനെല്ലാവരും. ചൊല്ലുന്നിതു നവമം കൊണ്ട് കേവലം ചൊല്ലണം ഈശാന സൽക്കഥ നീതികൾ. ഇവിടെ എന്താ ചൊല്ലുന്നത് ഈ നവമസ്കന്ധത്തിൽ? ഇത് നവമസ്കന്ധമാണ്, 9ാമത്തെ സ്കന്ധം. അതിൽ എന്താ ചൊല്ലുന്നത്? നവമം കൊണ്ട് കേവലം ചൊല്ലണം ഈശാന സൽക്കഥ നീതികൾ. നല്ല നല്ല നീതി ന്യായം, നല്ല നീതികളെന്ന് വെച്ചാൽ നന്മയുള്ള കാര്യങ്ങൾ. സജ്ജന സംസർഗം കൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കാം,
ഈശാന സൽക്കഥ, ഈശൻ്റെ പരമാത്മാവിൻ്റെ കഥകളും നീതികളും എല്ലാം നമുക്ക് ഈ നവമം കൊണ്ടാണ് പറയുന്നത്. ഈ സ്കന്ധം അതാണ്. തുല്യരാം ഈശന്മാരായതും ഭൂവരർ എല്ലാം പുനരതിൽ ഏഴാമതിന്നെഴും. അങ്ങനെ തുല്യരാം ഈശന്മാരായത് നല്ല നല്ല സാത്വികരായ സജ്ജനങ്ങൾ തുല്യരാണ്, ഈശ്വരന് തുല്യമായവരാണ് ഗുരുക്കന്മാർ. അവരാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നല്ല നല്ല അറിവുള്ള ഇതിനെപ്പറ്റി അറിയാവുന്ന ഗുരുക്കന്മാർ, ഈശ്വര തുല്യന്മാരായിട്ടുള്ളവർ ഭൂവരർ ഭൂമിയിലുണ്ട്. അവരാണ് നന്മ പറഞ്ഞു തരുന്നത്. എല്ലാം പുനരതിൽ ഏഴാം അത് ഇന്നെഴും. വൈവസ്വത മനു വംശവിസ്താരങ്ങൾ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചില്ലേ, മത്സ്യമൂർത്തിയായി അവതരിച്ചിട്ട് ഭഗവാനെ പിന്നെ അതിൻ്റെ പേര് സത്യവ്രതൻ. ഈ സത്യവ്രതൻ്റെ കഥകളാണ് ഇനി. അതിവിടെ വംശവിസ്താരമാണ് ഇനി പറഞ്ഞത്. വൈവസ്വത മനു വംശവിസ്താരങ്ങൾ. അദ്ദേഹം അടുത്ത മനു, അതാണ് ഇത് പറയുന്നത്. ചൊൽവേനിവിടെ ജഗന്മയനാകിയ നാരായണനുടെ നാഭി സരോജത്തിൽ ആരൂഢമോദേന വന്നുളനാകിയ സാരസ സംഭവൻ തൻ മനസ്സിങ്കിൽ നിന്നാറു തപോധനരുണ്ടായി ചമഞ്ഞു. നാരായണൻ ഭഗവാൻ നാരായണൻ്റെ നാഭി സരോജത്തിൽ, പാലാഴി വൈകുണ്ഠവാസിയായ ഭഗവാൻ നാരായണൻ്റെ നാഭിയിൽ താമര അതിൽ ഉണ്ടായതാണ് ആരൂഢമോദന വന്നുളനാകിയ സാരസ സംഭവൻ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായതാണ്. ആ ബ്രഹ്മാവിന് തന്നെ മനസ്സിൽ നിന്ന് എന്തുണ്ടായി? 6 തപോധന്മാർ വന്നു. മനസ്സിൽ നിന്നാണ്, പ്രസവിച്ചതല്ല. ബ്രഹ്മാവ് ബ്രഹ്മാവിനെ മനസ്സിൽ സങ്കല്പിക്കുമ്പം ഉണ്ടാകും. അതുപോലെ സങ്കല്പിച്ചപ്പോൾ ഉണ്ടായതാണ് 6 തപോധന്മാരുണ്ടായ ചമഞ്ഞ്. അതിൽ മുന്നേവനായ മരീചിക്ക്, അപ്പോൾ 6 പേരിൽ മുമ്പനായുള്ളവൻ മരീചിയാണ്. മരീചിക്ക് കശ്യപൻ നന്ദനായി ചമഞ്ഞാൻ. അങ്ങനെ മരീചിക്ക് കശ്യപൻ എന്ന് പറഞ്ഞൊരു മകൻ, അതായത് 6 തപോധന്മാരിൽ മുമ്പനായുള്ള മരീചിക്ക് കശ്യപൻ എന്നുള്ള മകനുണ്ടായി. അങ്ങനെ ചമഞ്ഞ് അവൻ തന്നെ വല്ലഭമാർ 13 പേരായതിൽ. അപ്പോൾ ഈ കശ്യപന് 13 ഭാര്യമാർ, വല്ലഭമാർ എന്ന് വെച്ചാൽ ഭാര്യമാർ. അത്ര പേരാ? 13 പേര്. ആർക്കാണ്? കശ്യപന്. കശ്യപൻ്റെ പിതാവ് മരീചി എങ്ങനെ ഉണ്ടായതാ? ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും 6 തപോധന്മാർ വന്നതിൽ മുമ്പേ ഉള്ളവനാണ് മരീചി. മരീചിയുടെ മകനാണ് കശ്യപൻ. കശ്യപന് 13 ഭാര്യമാരുള്ളതിൽ പിന്നെ മല്ലവിലോചനാകും അതിഥി താൻ. അപ്പോൾ 13 ഭാര്യമാരുള്ളതിൽ മല്ലവിലോചനാകും അതിഥി. 13 പേരിൽ ഒരാളാണ് അതിഥി. അതിഥി താൻ പെറ്റുള്ളവരിൽ വിവസ്വാനു നന്ദനൻ. അപ്പോൾ വിവസ്വാനു എന്ന് പറഞ്ഞതാണ് അതിഥിയുടെ മകൻ. കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും മകനായി വിവസ്വാനു വന്നു. വിവസ്വാനുവിൻ്റെ നന്ദനൻ മകൻ കുറ്റമൊഴിഞ്ഞ് വൈവസ്വതൻ എന്നു പേര്. അപ്പോൾ വിവസ്വാൻ എന്ന് പറഞ്ഞ മകന് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായി. അപ്പം അതിഥിക്ക് കൊച്ചുമകൻ. അപ്പോൾ വിവസ്വാനുമാണ് യഥാർത്ഥത്തിൽ കശ്യപൻ്റെയും അതിഥിയുടെയും മകൻ. അയാൾക്കുള്ള നന്ദനൻ ആരാണ്? കുറ്റമൊഴിഞ്ഞ് വൈവസ്വൻ എന്ന് പേർ പെറ്റ മനുപ്രവരോത്തമൻ എത്രയും ചുറ്റമെന്ന് വേട്ടിയിടാൻ അദ്ദേഹം ശ്രദ്ധയെ വിവാഹം കഴിച്ചു. ആരാണ്? വൈവസ്വതൻ എന്ന് പേർ പെറ്റച്ച് അത്ര പ്രസിദ്ധി ആർജിച്ച, എന്നുവെച്ചാൽ കുറ്റം ഒഴിഞ്ഞവളാണ്, നന്മയുള്ള ആളാണ് ഈ വൈവസ്വതൻ. അതുകൊണ്ട് പ്രസിദ്ധനായ വൈവസ്വതന് മനുപ്രവരോത്തമൻ എത്രയും ചുറ്റമിയെന്ന് വേട്ടിയിടാൻ ആരെയാ കല്യാണം കഴിച്ചത്? ശ്രദ്ധ എന്ന പേരായ ഒരു സ്ത്രീയാണ് മനു വിവാഹം കഴിച്ചത്. ദമ്പതിമാർ ഒരുമിച്ചു സുഖിച്ച് അതിസംപ്രീതരായി വസിച്ചിടനാരന്വഹം. അങ്ങനെ ഈ ശ്രദ്ധയും ഈ വൈവസ്വനുമായിട്ട് ഇങ്ങനെ ദമ്പതിമാരായി അവർ വിവാഹം കഴിച്ചപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാർ സുഖിച്ച് അതിസംപ്രീതരായി വസിച്ചിടനാരന്വഹം. അങ്ങനെ കഴിഞ്ഞു. സന്തതി ഇല്ലാകയാൽ പരിതാപവും അന്തർമനസ്സിൽ വളർന്നവൻ അന്ന് തൊട്ട് ഇദ്ദേഹം ഇങ്ങനെ നന്നായി സുഖിച്ച് വസിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിന് വിഷമമായി. എന്താ കാരണം? സന്തതിയില്ല, മക്കളില്ലാത്തത് കൊണ്ട് അവർക്ക് പരിതാപമായി, വിഷമമായി. അന്തർമനസ്സിൽ ഉള്ളിനകത്ത് അത്രമാത്രം വിഷമമായി, പരിതാപം. മക്കളില്ലല്ലോ, കാരണം രാജാവല്ലേ വൈവസ്വത മനു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ പിന്നെ ഒരു പുത്രൻ വേണ്ടേ?
അങ്ങനെ അന്തർമനസ്സിൽ വളർന്നവൻ അന്നുടൻ പുത്രനുണ്ടാവതിനായിക്കൊണ്ട് താൻ മുതിർന്ന ഉത്തമ ദേശികനെ കൊണ്ട് അങ്ങനെ പുത്രൻ ഉണ്ടാവാൻ എന്ത് ചെയ്തു? അവിടുത്തെ ഉന്നതമായ ഉത്തമനായ ഒരു ദേശികനെ കൊണ്ട് ഈ കർമ്മങ്ങളാ ചെയ്യുന്ന പുരു എന്തോ പറയുന്ന അതിനെന്തോ പറയുന്ന ഹോതാവ്. ഈ ഹോതാവ് എന്ന് വെച്ചാൽ ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, യജ്ഞം നടത്തുന്ന ആളാണ്. അത് നല്ല ഉത്തമനായ ഒരാളെ കൊണ്ട് തന്നെ ഇത് നടത്തിച്ചിരിക്കുന്നു. ഉത്തമ ദേശികനെ കൊണ്ട് സാദരം മിത്രാവർണന്മാരെ യജിപ്പിച്ച് അതിഭക്തിയാ മുത പരിവർത്തിച്ചിരുന്ന നാൾ. അങ്ങനെ സന്തോഷമായിട്ട് യജ്ഞമൊക്കെ നടത്തി ഇങ്ങനെ ഇരുന്ന സമയത്ത് പുത്രിയെ പ്രാർത്ഥിച്ചൊരിക്കൽ സമയകേ ശ്രദ്ധയും ഹോതാവിനോട് ആശ ചൊല്ലിനാൾ. ഇങ്ങനെ പുത്ര കാമേഷ്ടി ഇതൊക്കെയാണല്ലോ ചെയ്യുന്നത്, പുത്രനുണ്ടാവാൻ, മകൻ ഉണ്ടാകാൻ. അങ്ങനെ ഭക്തിയാമുത ഇങ്ങനെ പരിവർത്തിച്ചങ്ങിരുന്ന ഒരു സമയത്ത് ഈ ഒരു ദിവസം പുത്രി വേണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് സമയകേ ശ്രദ്ധ എന്ത് ചെയ്തു? ഭാര്യ ഹോതാവിനോട് ആശു പറഞ്ഞു, ആഗ്രഹം പറഞ്ഞു, ആശു ചൊല്ലിയിടിനാൾ. ഹോതാച്ച ഇതൊക്കെ നടത്തുന്ന കർമ്മം നടത്തുന്ന ഈ പൂജാരി, യജ്ഞങ്ങൾക്ക് നടത്താൻ അങ്ങനെ അറിവുള്ളവരാണല്ലോ അങ്ങനെയുള്ളവർ. അങ്ങനെ ഈ ഹോതാവെന്ന് പറയുന്നത് അതാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഒരു പുത്രിയാണ് വേണ്ടതെന്ന് ഈ ശ്രദ്ധ പറഞ്ഞു. പക്ഷേ ഭർത്താവ് അങ്ങനെയല്ല, ഭർത്താവ് ഒരു പുത്രനെ വേണമെന്നാണ് അതിൻ്റെ കർമ്മം നടത്തിയത്. അപ്പോൾ ശ്രദ്ധ പറഞ്ഞു, ഒരു പുത്രിയെ പ്രാർത്ഥിച്ചൊരിക്കൽ സമയകേ ശ്രദ്ധയും ഹോതാവിനോട് ആശ ചൊല്ലിനാൾ. ഹോതാവ് അതിനനുസാരിയായി നിൽക്കയാൽ അത് സന്തോഷമായി അനുസരിച്ചു. അങ്ങനെ നിന്ന് ജാതയായുള്ളൊരു കന്യകാരത്നവും അങ്ങനെ ഹോതാവ് അതനുസരിച്ച് പ്രാർത്ഥിച്ചു. ഇവരുടെ പ്രാർത്ഥനയും കർമ്മവും യജ്ഞവും നടത്തുമ്പോഴാണല്ലോ കുട്ടികൾ വരുന്നത്. അപ്പോൾ പുത്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു കന്യകാരത്നം ജാതയായി ജനിച്ചു. പേരവൾക്കങ്ങ് ഇള എന്നായി ചമഞ്ഞ്, ഇള എന്നാ പേര്, ഇളാവൃത്തം എന്നാ ഈ ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ ഇളയുടെ ചരിത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇള എന്ന് പേരായ ഒരു കന്യാരത്നം, പേര് ഇള എന്നിട്ടു. പേരവൾക്ക് അങ്ങ് ഇള എന്നായി ചമഞ്ഞ് അതിപ്പാരിൽ ഈ വണ്ണം ഭവിപ്പതിന് എന്തൊരു കാരണം? പുത്രാർത്ഥമായി ചെയ്ത കർമ്മവും നേരെ വിപരീതമായതെന്തെന്ന് അവൻ ദേശികൻ തന്നെ തൊഴുത് ചോദിച്ചു. എന്താ ഇതിങ്ങനെ സംഭവിച്ചത്? പുത്രന് വേണ്ടിയാണല്ലോ ഈ കർമ്മം ചെയ്ത്, എന്നിട്ട് ഇവിടെ പുത്രന് പകരം വിപരീതമായ ഒരു പെൺകുട്ടിയാണല്ലോ, കന്യകയാണല്ലോ വന്നത്. അതെന്താണെന്ന് ചോദിച്ച് ദേശികനോട് തന്നെ തൊഴുത് ദേശികൻ വെച്ചാൽ ഈ ഹോതാവിനോട് ചോദിച്ചു. ഭൂമീശനും സൂക്ഷ്മം ഗ്രഹിച്ചു. വസിഷ്ഠൻ, അവിടുത്തെ കുല ആചാര്യനാണ് വസിഷ്ഠർ, ഇവരുടെ കുലത്തിൻ്റെ ആചാര്യൻ ഗുരുവാണ് വസിഷ്ഠർ. അങ്ങനെ ഭൂമീശനും, അതായത് ഈ വൈവസ്വത മനു ചോദിച്ച് എന്താ ദേശികനോട് ഈ ഹോതാവിനോട് പറയും, എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഞാൻ ഈ കർമ്മം ചെയ്യിപ്പിച്ചത് എനിക്ക് മകനുണ്ടാകാനാണല്ലോ, ഇവിടെ ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയല്ലോ. അങ്ങനെ വസിഷ്ഠനും ഇത് സൂക്ഷ്മം ഗ്രഹിച്ചു, വസിഷ്ഠർക്ക് മനസ്സിലാകും. അങ്ങനെ എന്ത് ചെയ്തു? പുംസത്വം, അതായത് പുരുഷത്വം വരുത്താൻ വേണ്ടി ഭഗവത് പ്രസാദേനെ ചേർത്തുകൊണ്ട് ആസ്തയ സൗഖ്യം വളർത്തിരുന്നിടാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഭഗവാനെ പ്രസാദിപ്പിച്ചു. ഇത് പുരുഷത്വമാകാൻ വേണ്ടി ആ സ്ത്രീ, ആ കന്യ പുരുഷനാവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ചേർത്തുകൊണ്ട് ആസ്തയ സൗഖ്യം വളർത്തിയിരുന്നിടാൻ അങ്ങനെ സുഖമായിരുന്നു. എന്താ? പുരുഷനായി. സുദ്യുമ്നനെന്ന് പേർ പെറ്റുകൊണ്ടാനും അങ്ങനെ ആ കുട്ടിക്ക് ഇളയെന്ന് പറഞ്ഞ കുട്ടിയെ ഇവിടെ സുദ്യുമ്നാക്കി. ഭഗവാനോട് ചേർന്നിന് പ്രാർത്ഥിച്ച് എല്ലാം വന്നപ്പോൾ അത് ആൺകുട്ടിയായി. അതിന് പേരെന്തായി വന്നു? സുദ്യുമ്നൻ എന്ന് പേർ പെറ്റുകൊണ്ടാനും ഉടൻ എത്രയും ഇഷ്ടനായാൻ മനുവീരനും. അപ്പോൾ ഈ തന്തയ്ക്ക്, അതായത് വൈവസ്വന് സന്തോഷമായി, മകനായല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെ കർമ്മങ്ങൾ, അന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ അങ്ങനത്തെയാ. അവരൊക്കെ അത്ഭുതമുള്ള മഹാത്മാക്കളല്ലേ. അന്ന് ഇതൊക്കെ നമ്മൾ ഇന്ന് നടന്ന് ഒരുപാട് പ്രാർത്ഥിച്ചാലും ഭഗവാനോട് അത്രമാത്രം എല്ലാം നന്മ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ശുദ്ധ ഹൃദയവും എല്ലാം ആണെങ്കിൽ ഭഗവാൻ പ്രസാദിക്കും. അല്ലാതെ ഒരാൾ അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. കിട്ടും, ഈ ലോക കാര്യങ്ങൾക്കൊക്കെ കിട്ടും. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന, അതിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്രയും ഒരു എന്താ വരുന്നത്, നമുക്ക് എൻ്റെ കുഞ്ഞിന് ഇന്നൊരു ജോലി വേണം ഭഗവാനെ എന്ന് പറയാം. അപ്പോഴഭയം പറയും. അതാണ് സത്യമായ കാര്യം. അപ്പോഴും ഭഗവാനോട് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിനൊരു രക്ഷ കൊടുക്കൂ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കരയുമ്പം ഭഗവാൻ അത് കേൾക്കും. എന്നാൽ ആത്മീയമായ കാര്യത്തിന് അങ്ങനെ കരയത്തില്ല. അതിനൊരു യോഗമുള്ളവരെ അങ്ങനെ കരയത്തുള്ളൂ. കാരണം ഞാൻ അങ്ങനെ കരഞ്ഞവളായതുകൊണ്ട് പറയുക. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടി കരുതി പ്രാർത്ഥിക്കും, ഭഗവാൻ കൊടുക്കും. എന്നുവെച്ചാൽ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മളെ ഹൃദയമെല്ലാം
വേറൊരു രീതിയായി വരണം, ശുദ്ധമാകണം, മാലിന്യങ്ങളെല്ലാം കഴുകി കളയണം, സജ്ജന സംസർഗവും സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് എല്ലാം അങ്ങനെ വരുമ്പോഴേ ഭഗവാന്റെ കൃപ നമുക്ക് വരത്തുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതേസമയം ഈ ലോക ചിന്തകൾ നമുക്ക് അത്രമാത്രം ഭഗവാനെ അഭയം എനിക്കിത് കിട്ടിയേ വെക്കൂ ഭഗവാൻ എന്നുള്ള നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എല്ലാം കൊടുക്കും. അങ്ങനെ ഈ സുദ്യുമ്നൻ എന്ത് ചെയ്തു? പേർ പറ്റ കൊണ്ടാനുടൻ എത്രയും ഇഷ്ടനായാൻ മനുവീരനും സന്തോഷമായി. അന്നൊരു നാൾ മൃഗയാ വിവശേന താൻ ചെന്നു മഹാമേരു തന്നുടെ സന്നിധവും വിണ്ണോടുരുമ്മും. അതായത് ഒരു ദിവസം മൃഗയാ വിവശനായി, എങ്ങനെയാ വേട്ടയാട്, അത് എന്താ പറയുക, നായാട്ട്. ഈ നായാട്ടിന് പോകും ഈ രാജകുമാരന്മാരൊക്കെ. അന്ന് അങ്ങനെ ഒരു ദിവസം മൃഗയാ വിവേശനായി എന്ന് വെച്ചാൽ വിഷമിച്ചു, ഇങ്ങനെ ക്ഷീണിച്ച് വിവശേന താൻ ചെന്ന് മഹാമേരുതനുടെ സന്നിധവും, വലിയൊരു പർവ്വതം മഹാമേരുതനുടെ സന്നിധം അടുത്ത് വിണ്ണോടുരുമ്മും. ഈ മഹാമേരു പർവ്വതം, വിണ്ണ് ആകാശമാണ്, ആകാശത്തെ ഉരുമെന്ന് പറഞ്ഞാൽ തങ്ങളെ മുട്ടി നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. ഈ പർവ്വതം അത്ര വലിയ പർവ്വതമാണ്. അങ്ങനെയുള്ള പർവ്വതത്തിൻ്റെ വിണ്ണോട് ഉരുമും. കുമാരൻ മഹാവനം തന്നെ എങ്ങും തഥാ സഞ്ചരിക്കും വിധം. അങ്ങനെ ആ മഹാമേരുടെ അടുത്ത് ചെന്ന്, മഹാവനമാണ് അവിടെ അത്ര, ഈ കുമാരൻ അവിടെ എല്ലാം ചെന്ന് സഞ്ചരിച്ച് അങ്ങനെ നടക്കുമ്പോൾ പിന്നെയും പെണ്ണായി ചമഞ്ഞാനത് എന്ത് ഞാനെന്ന് അവൻ ഏറ്റവും പരവശപ്പെട്ടു. ഞാൻ എന്താ വീണ്ടും ഇങ്ങനെ പെണ്ണായത്? എന്താ അവിടെ ചെന്നപ്പോൾ ആ മഹാമേരു പർവ്വതത്തിനടക്കം ചെന്ന് ആ വനത്തിലെല്ലാം സഞ്ചരിച്ച് ചെന്നപ്പോൾ ഇദ്ദേഹം അങ്ങ് വീണ്ടും സുദ്യുമ്നനായ വെച്ച് വീണ്ടും ഇളയായി, സ്ത്രീയായി. അപ്പോൾ ഇത് കുഞ്ഞു ചിന്തിക്കുന്ന, പിന്നെയും പെണ്ണായി ചമഞ്ഞാനിത് എന്ത് ഞാനെന്നവൻ ഏറ്റവും പരവശപ്പെട്ടു, അത്രമാത്രം പരവശപ്പെട്ടു പോയി. നിന്ന് ഉഴന്നാൻ അതിനുണ്ടൊരു കാരണമുണ്ട്. എന്താ കാരണം? അങ്ങനെ പെണ്ണാവാനുള്ള കാരണം ഉണ്ടായിട്ടാണ് അവിടെ അത് വന്നത്. അത് എന്താ കാരണം ഇവിടെ പറയുന്നത്? മുന്നം ഒരു ദിനം ഈശ്വരി ശങ്കരി, അതായത് ഭഗവാന്റെ പരമേശ്വരൻ്റെ ഭാര്യയായ ശങ്കരി പാർവതി ദേവി പന്നകഭൂഷണോട് ഒരുമിച്ചുടൻ, അതായത് ഭഗവാൻ പരമേശ്വരൻ പന്നകഭൂഷണനാണല്ലോ, പന്നകത്തെ അതായത് സർപ്പത്തെ ആഭരണമായി ഇട്ടേക്കുന്ന കഴുത്തിൽ, അതുകൊണ്ടാണ് പന്നകഭൂഷണനോട് ഒരുമിച്ചു ഒരു ദിവസം മഹേശ്വരി, അതായത് പാർവതി ദേവി ശങ്കരി ഭഗവാൻ പരമേശ്വരനോടൊത്ത് നന്നായി രതിക്രീഡയാ. രതിക്രീഡ എന്ന് വെച്ചാൽ എന്താ? അവർ ഭാര്യയും ഭർത്താവും അല്ലേ, അങ്ങനെ അവർ രതിക്രീഡയാ മരുവും വിധവും അങ്ങനെയുള്ളൊരു സമയം വന്നപ്പോൾ അങ്ങനെ അവർ നടത്തിക്കൊണ്ട് രതിക്രീഡ സന്തോഷകരമായി അവരിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ഇങ്ങനെ സമ്മേളിച്ചിങ്ങനെ ഇരുന്നപ്പോൾ രതിയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ആര് ചെന്നു? മുനികൾ മഹേശനെ കാണുന്നതിന് അന്നിലത്തെ ആ സമയം എന്നാൽ അത് ഒരു വല്ലാത്ത സമയമായിപ്പോയി ഈ മുനികൾ ചെന്നത്. അവർ രതിക്രീഡ നടത്തിക്കൊണ്ടിരുന്നില്ല. അപ്പോൾ അതിന് ഈ മുനികളെല്ലാം കൂടെ അവിടെ ഭഗവാൻ പരമേശ്വരനെ കാണാനായിട്ട് ചെന്നാർ മുനികൾ മഹേശനെ കാണുന്നതിന് ഇന്നലത്തെ അസമയം, അസമയം, അതൊരു അസമയമായിപ്പോയി. ഈ മുനികൾ ഭഗവാനെ കാണാൻ പോയത് ഒരു അസമയത്താണ്. കാരണം അവരുടെ ജോലി വേറെ കാണാൻ പറ്റാത്തൊരു സമയമായിപ്പോയി. അവർ രതിക്രീഡ ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ സമയം അത് ഓർക്കാതെ ചിന്തിക്കാതെ അങ്ങോട്ട് ചെന്നു. പെട്ടെന്ന് ഋഷികളെ കണ്ടു മഹേശ്വരി ഇഷ്ടരതിഭംഗവും വന്ന് സംഭ്രമാൽ ലജ്ജയും പൂണ്ടുടുത്തിടനാൾ വസ്ത്രവും. അങ്ങനെ ഈ മുനിമാരെ കണ്ടപ്പോൾ മഹേശ്വരി പാർവതിക്ക് ഇഷ്ടരതിഭംഗം വന്ന് അവർ നന്നായി സന്തോഷമായിട്ടിരുന്നൊരു സമയമായിപ്പോയി. അപ്പോൾ മഹേശ്വരിക്ക് പാർവതിക്ക് ഇത് ഭംഗം വന്നത് സംഭ്രമിച്ച് ലജ്ജയും വന്നു. കാരണം മുനിമാർ കണ്ടുപോയല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പൂണ്ടുടുത്തിടനാൾ വസ്ത്രവും. നമുക്കിനി അടുത്ത ദിവസം വായിക്കാനില്ല, 28 മിനിറ്റ് കഴിഞ്ഞു പോയി മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.